പ്രിയ നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 37-ാം ദിനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം പുറപ്പാടിൻ്റെ പുസ്തകം 17ഉം 18ഉം അധ്യായങ്ങളും, ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായവും, സങ്കീർത്തനം 73-ാം അധ്യായവുമാണ് നമ്മൾ വായിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് റഫീദീമിലെത്തിയപ്പോൾ അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളം ലഭിച്ചില്ല. അവർ മോശയെ കുറ്റപ്പെടുത്തുന്നു. മോശ ദൈവത്തോട് പരാതിപ്പെട്ടപ്പോൾ ഹോറബിലെ ഒരു പാറമേൽ വടികൊണ്ടടിക്കുവാനായിട്ട് ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ്. മോശ പ്രകാരം ചെയ്തു. ധാരാളം വെള്ളം ആ പാറയിൽ നിന്നും ജനത്തിന് കുടിക്കാനായി ലഭിച്ചു. ഇസ്രായേൽ ജനം കലഹിച്ചതിനാലും ദൈവത്തെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറിബ എന്നും പേരിട്ടു. പ്രിയ നിറഞ്ഞവരെ, ഈ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന മനോഹരമായ സന്ദേശം ജനത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ അത്ഭുതകരമായി ഇടപെടുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തെയാണ് വിവരിക്കുന്നത്. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനം യുദ്ധത്തിൽ വിജയിച്ചു. എപ്പോഴൊക്കെ മോശയുടെ കരം താഴ്ന്നുവോ അപ്പോഴൊക്കെ അവർ പരാജയപ്പെട്ടു. ഈ 2-ാം ഭാഗത്തിലൂടെ വചനഭാഗം നമുക്ക് നൽകുന്ന മനോഹരമായൊരു സന്ദേശം, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താനും കരങ്ങൾ ഉയർത്താനും എപ്പോഴൊക്കെ മനസ്സാകുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ജീവിതം വിജയിച്ചുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താതെ കണ്ണുകൾ ഉയർത്താതെ നമ്മൾ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും പരാജയത്തിൻ്റെ കയ്പ് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള മനോഹരമായ സന്ദേശം ഈ അമലേക്യരുമായിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യുദ്ധത്തിൽ നിന്ന് ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് മോശയും അമ്മായിപ്പനായ ജത്രോയും തമ്മിലുള്ള സംഭാഷണമാണ് വിവരിക്കുന്നത്. കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ച് മോശ അമ്മായിപ്പനായ ജത്രോയോട് വിവരിച്ചു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് മഹത്വം നൽകേണ്ട വലിയ ഒരു കടമ വിശ്വാസികളായ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ ഓരോ മനുഷ്യർക്കുമുണ്ട് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് മോശ അമ്മായിപ്പനായ ജത്രോയുടെ ഉപദേശമനുസരിച്ച് ജനത്തിൻ്റെ ഇടയിലുള്ള തർക്കങ്ങൾ തീർക്കുവാൻ വേണ്ടി കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ന്യായാധിപന്മാരാക്കുന്നു. മോശയുടെ വിവേകപൂർണമായ ഈ ഒരു തീരുമാനത്തിലൂടെ ജനത്തിന് എളുപ്പത്തിൽ നീതി നടത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചു. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേശങ്ങൾ നമുക്ക് വലിയ ഉപകാരപ്രദമാണ് എന്ന് ഈ വചനഭാഗം നമ്മോട് പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ മാതാക്കളുടെ ശുദ്ധീകരണത്തെ വിവരിക്കുന്നു. ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 7 ദിവസത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ 2 ആഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ പാപപരിഹാര ബലിയും ദഹനബലിയും അർപ്പിച്ചുകൊണ്ട് അവൾക്ക് അവളെ തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈ വചനഭാഗത്തിലൂടെ അർത്ഥമാക്കുന്ന സന്ദേശം അശുദ്ധയാണ് എന്നതിന് അധാർമികമെന്നോ മോശപ്പെട്ടതെന്നോ അർത്ഥമില്ല. ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനും വിശുദ്ധ വസ്തുക്കളെ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു വിശുദ്ധീകരണം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പ്രിയ നിറഞ്ഞവരെ, ലേവ്യരുടെ പുസ്തകത്തിലെ ഈ 12-ാം അധ്യായത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വചനഭാഗം നമുക്ക് മനോഹരമായ സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതവും ശുദ്ധീകരിച്ച് ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായി പോകുമ്പോൾ അത് കൃപയായി മാറുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ വചനം നൽകുന്നുണ്ട്. ജീവിതത്തെയും ഹൃദയത്തെയും കുമ്പസാര എന്ന കുദാശയിലൂടെ ശുദ്ധീകരിക്കുക, ദേവാലയത്തിൽ ബലികൾ അർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുക എന്ന്
നമ്മെ ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 73 ലേവ്യരുടെ ഒരു തുടർച്ചയായ ഉപദേശം എന്ന രീതിയിൽ നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് നല്ലവനായ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദുഷ്ടൻ്റെ ഐശ്വര്യത്തിൽ ആരും സന്തോഷിക്കരുത്. ദുഷ്ടൻ്റെ ഐശ്വര്യം ക്ഷണികമാണെന്ന് ഈ സങ്കീർത്തന വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും അവിടുത്തെ പ്രഘോഷിക്കുന്നതും അവിടുത്തെ കൃപയ്ക്കനുസരിച്ച് ജീവിക്കുന്നതുമാണ് യഥാർത്ഥ ആനന്ദമെന്ന് സങ്കീർത്തകൻ മനോഹരമായി ഈ 73-ാം അധ്യായത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. അധ്യായം 17. ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫീദീമിൽ എത്തി പാളയമടിച്ചു. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനെന്നെ കുറ്റപ്പെടുത്തുന്നു? എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതിപ്പെട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ചാകട്ടെ എന്ന് കരുതിയാണ്. മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിന്റെ മുൻപേ പോകുക. നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുൻപിൽ ഹൊറേബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം. അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ചു കേൾപ്പിക്കുക. ആകാശത്തിൻ കീഴിൽ നിന്ന് അമലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം മായിച്ചു കളയും. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വനിസി എന്ന് പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അധ്യായം 18. മോശയ്ക്കും അവന്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് എപ്രകാരം മോചിപ്പിച്ചുവെന്നും മിദിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടറിഞ്ഞു. മോശ തൻ്റെ ഭാര്യ സിപ്പോറയെ തിരിച്ചയച്ചപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ജത്രോ അവളെയും അവളുടെ 2 പുത്രന്മാരെയും സ്വീകരിച്ചു. അവരിൽ ഒരുവന്റെ പേർ ഗർഷോം എന്നായിരുന്നു. കാരണം ഞാനൊരു പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത്. അപരന്റെ പേർ എലിയേസർ എന്നായിരുന്നു. കാരണം എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് എൻ്റെ സഹായം, അവിടുന്ന് ഫറവോയുടെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞു. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മലയുടെ സമീപം
കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കലേക്ക് അവന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ജത്രോ വന്നു. ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു, നിന്റെ അമ്മായിയപ്പൻ ജത്രോ നിന്റെ ഭാര്യയോടും അവളുടെ 2 പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു. മോശ ഉടനെ തന്റെ അമ്മായിയപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു. അവൻ ജത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു. കുശലപ്രശ്നത്തിനു ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി. ഇസ്രായേൽക്കാർക്കു വേണ്ടി ഫറവോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിയപ്പനോട് വിവരിച്ചു പറഞ്ഞു. കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്ക് ചെയ്ത നിരവധി നന്മകളെക്കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു. അവൻ പറഞ്ഞു, ഈജിപ്തുകാരിൽ നിന്നും ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവ് സകല ദേവന്മാരെയുംക്കാൾ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവ്വം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തൻ്റെ ജനത്തെ മോചിപ്പിച്ചു. മോശയുടെ അമ്മായിയപ്പനായ ജത്രോ ദൈവത്തിന് ദഹനബലിയും മറ്റു ബലികളും സമർപ്പിച്ചു. ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി അഹറോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു. പിറ്റേ ദിവസം മോശ ജനത്തിന്റെ തർക്കങ്ങൾ തീർക്കാൻ ഉപവിഷ്ടനായി. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി നിന്നു. മോശ തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജത്രോ അവനോട് ചോദിച്ചു, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട്? മോശ പറഞ്ഞു, ദൈവഹിതം അറിയാനായി ജനമെന്നെ സമീപിക്കുന്നു. എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരുന്നു. ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു. ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. നീയും നിന്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും. ഇത് ഭാരമേറിയ ജോലിയാണ്. തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നീ ദൈവത്തിൻ്റെ മുമ്പിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം. അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം. അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം. അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം. കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ 1000, 100, 50, 10 വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക. അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ. വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും. ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരാൻ നിനക്ക് സാധിക്കും. ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും. മോശ അമ്മായിയപ്പന്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. മോശ ഇസ്രായേൽക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തിരഞ്ഞെടുത്ത് 1000, 100, 50, 10 വീതമുള്ള ഗണങ്ങളുടെ മേൽ അവരെ അധിപന്മാരായി നിയമിച്ചു. അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി. സുപ്രധാനമായ കാര്യങ്ങൾ മോശയെ ഏൽപ്പിച്ചു. ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു. അനന്തരം മോശ അമ്മായിയപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അധ്യായം 12. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന പോലെ 7 ദിവസത്തേക്ക് അശുദ്ധയായിരിക്കും. 8-ാം ദിവസം കുട്ടിയെ പരിച്ഛേദനം ചെയ്യണം. പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ 33 ദിവസം കാത്തിരിക്കണം. ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത്. എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്തെന്ന പോലെ 2 ആഴ്ചത്തേക്ക് അവൾ അശുദ്ധയായിരിക്കും. രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി
66 ദിവസം കാത്തിരിക്കണം. കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി 1 വയസ്സുള്ള ഒരാട്ടിൻകുട്ടിയെ ദഹനബലിക്കായും 1 ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം. അവൻ അവയെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും. ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഒന്ന് ദഹനബലിക്കും മറ്റേത് പാപപരിഹാര ബലിക്കും. പുരോഹിതൻ അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൾ ശുദ്ധയാകും. അഹങ്കാരം കൊണ്ട് ഹാരവും അക്രമം കൊണ്ട് അങ്കിയും അണിയുന്ന ദുഷ്ടനെ കർത്താവ് തെന്നുന്ന സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന 73-ാം സങ്കീർത്തന കർത്താവിനൊപ്പം നമുക്കും പറയാം, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കുന്നു. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കുന്നു. ദൈവം ഇസ്രായേലിനു നല്ലവനാണ്. നിർമ്മലമായ ഹൃദയമുള്ളവർക്കു തന്നെ. എന്റെ കാലുകളിടറാൻ ഭാവിച്ചു, എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി. ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോടെനിക്കസൂയ തോന്നി. അവർക്കു തീവ്രവേദനകളില്ല, അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവർക്കു മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല, മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല. ആകയാൽ അവർ അഹങ്കാരം കൊണ്ടു ഹാരമണിയുന്നു. അക്രമം അവർക്കങ്കിയാണ്, മേധസ്സുമുറ്റിയ അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഭോഷത്വം കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു. പീഡിപ്പിക്കുമെന്നവർ ഗർവോടെ ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു. അവരുടെ നാവു ഭൂമിയിൽ ദൂഷണം പരത്തുന്നു. അതുകൊണ്ടു ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു. അവരിൽ കുറ്റം കാണുന്നില്ല. ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും? അത്യുന്നതനറിവുണ്ടോ എന്നവർ ചോദിക്കുന്നു.
ഇതാ ഇവരാണു